IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നടി ലക്ഷ്മി ആർ മേനോൻ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. കുറ്റകൃത്യവുമായി തനിക്ക് ബന്ധമില്ല, ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പരാതിക്കാരൻ ബാറിൽ വെച്ച് ലൈംഗികാധിക്ഷേപം നടത്തിയെന്നും ലക്ഷ്മി ആർ മേനോൻ പറഞ്ഞു. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, എന്താണ് അവരുടെ വാദം? ഇപ്പൊ ഏറ്റവും പ്രധാനമായി ഈ വിഷയത്തിൽ മറ്റു 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ലക്ഷ്മി മേനോൻ ഒളിവിലാണ്, അവരുടെ ഫോൺ ഓഫ് ആണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അവരെ തിരയുകയാണ് പോലീസ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ നടി ലക്ഷ്മി ആർ മേനോൻ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പരാതിയിൽ പറയുന്നത്, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷയിൽ പറയുന്നത്, ഈ നേരത്തെ ഈ IT ജീവനക്കാരൻ അദ്ദേഹം ബാറിൽ വെച്ച് അസഭ്യം പരാമർശങ്ങൾ നടത്തി, തനിക്കെതിരെ ലൈംഗികാധിക്ഷേപ പരാമർശങ്ങൾ നടത്തി. ബാറിൽ നിന്ന് അവിടുന്ന് പോകുന്ന ശേഷവും പരാതിക്കാരൻ മറ്റൊരു കാറിൽ പിന്തുടർന്ന് തന്നെ തടഞ്ഞു, മാത്രമല്ല ബിയർ കുപ്പിയുമായി ആക്രമിച്ചു എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നത്. മാത്രമല്ല ഇപ്പോൾ IT ജീവനക്കാരൻ പുറത്തു പറയുന്നത് കെട്ടിച്ചമച്ച കഥകളാണ്. ആ പരാതിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള കെട്ടിച്ചമച്ച കഥകളാണ്. അത്തരം ഒരു കുറ്റകൃത്യവുമായി തനിക്ക് ബന്ധമില്ല, താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നതുൾപ്പെടെയുള്ള വാദങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഹൈക്കോടതി ഓണാവധിക്ക് വേണ്ടി അടക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു പക്ഷേ ഇന്ന് പ്രത്യേകമായി മെൻഷൻ ചെയ്യുന്ന കേസുകളായി അല്പസമയത്തിനകം ഈ കേസ് പരിഗണിച്ചേക്കാം. കോടതി എന്ത് പറയുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. ഒരുപക്ഷെ നോട്ട് ടു അറസ്റ്റ് എന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ആ കോടതിയുടെ നിരീക്ഷണം എന്തായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ധന്യ. ശരി മുസ്തഫ.